നമസ്കാരം ഗൈസ്. കിഷ്കിന്ധാകാന്ഡം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാവുമെന്നറിയാം. ഞാൻ തന്നെ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് പറയുന്നത്. നമ്മുടെ പ്രൈമറി ചാനലിൽ ഞാൻ ഓൾറെഡി ഒരു തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങിയ സമയത്ത് ഞാനൊരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. OTT ഇറങ്ങിയ സമയത്ത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒന്നുകൂടെ കാണുകയുണ്ടായി. അടിപൊളി സിനിമ. ഒന്നും കൂടെ കാണാൻ തോന്നിപ്പോയി എനിക്ക്. അത് കാരണം ഓൾറെഡി നമുക്കറിയാം അതിൻ്റെ ട്വിസ്റ്റും മിസ്റ്ററി ഫീലും ഒക്കെ നമുക്കറിയാം. പക്ഷേ അത് ഫോണിൽ കാണുമ്പോഴും തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോഴും ഉള്ളൊരു വ്യത്യാസം കൂടെ ഞാൻ പറഞ്ഞുതരാം. സിനിമ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റിവ്യൂ വീഡിയോ. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ഒരു സിനിമ. ആസിഫ് അലി എന്നൊരു നടൻ്റെ ഒരു കരിയർ എന്ന് പറയുന്നത് സൂപ്പറാണ് ഈ വർഷം. അടിപൊളി സിനിമ. ലെവൽ ക്രോസ് ഒക്കെ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. കിഷ്കിന്ധാകാന്ഡം അദ്ദേഹത്തിൻ്റെ ഈ വർഷം ഇറങ്ങിയ സിനിമകൾ, നല്ല സിനിമകളിൽ ഒരു ബെസ്റ്റ് ആക്ടിങ് ഓറിയൻറ്റഡ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷനിലാണെങ്കിലും നല്ലൊരു അപ്രിസിയേഷൻ കൊടുക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. കൂടാതെ അപ്പു പിള്ള എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അവതരിപ്പിക്കുന്ന വിജയരാഘവൻ സാറിൻ്റെ ഒരു ക്യാരക്ടറും. അപ്പോൾ ഇവരെ രണ്ടുപേരെയും ചുറ്റിപ്പറ്റിയാണ് ഒരാളുടെ അപർണ ബാലമുരളി എന്ന് പറഞ്ഞ ആക്ട്രസും കൂടെ. ഇവരെ 3 പേരെയും ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു സിനിമ സഞ്ചരിക്കുന്നത്. അജയ് ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആസിഫ് അലി ഈ ഒരു സിനിമയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അജയ് ചന്ദ്രൻ്റെ ഒരു ഭാര്യ മരിച്ചുപോയി, മകനുണ്ട്, മകനെ കാണാനില്ല. അങ്ങനെ ഒരു ട്രോമയിൽ നിൽക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥനാണ് അജയ് ചന്ദ്രൻ. അപ്പോൾ അദ്ദേഹം ഒരു ലേറ്റായിട്ട് ഒരു കല്യാണം കൂടെ കഴിക്കുകയാണ്. അപർണ അവതരിപ്പിക്കുന്ന ക്യാരക്ടറിനെയാണ് കല്യാണം കഴിക്കുന്നത്. അങ്ങനെ അവർ എത്തിപ്പെടുന്നത് ഒരു ഫോറസ്റ്റ് പോലെ തോന്നിപ്പിക്കുന്ന ഒരു വലിയൊരു ഏക്കർ കണക്കിനുള്ള ഒരു സ്ഥലമുള്ള അപ്പു പിള്ള എന്ന് പറഞ്ഞ ഇവരുടെ അച്ഛൻ താമസിക്കുന്ന തറവാട്ട് വീട്ടിലേക്കാണ് ഇവർ എത്തുന്നത്. അങ്ങനെ ഈ വീടിന് ചുറ്റും ഒരുപാട് മരങ്ങളും കുരങ്ങന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു കാടിന് നടുവിലുള്ളൊരു വീട് തന്നെ പറയാം. പക്ഷെ എന്നാലും ആളുകളൊക്കെ എപ്പോഴും സഞ്ചാരമൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. അങ്ങനെ വിജയരാഘവൻ സാറ് ഒരു ഭയങ്കര കണിശക്കാരനായിട്ടുള്ള ഒരു ആർമി ഉദ്യോഗസ്ഥനായിരുന്നു. അങ്ങനെ ഇപ്പോൾ റിട്ടയർഡൊക്കെ ആയിട്ട് ഭയങ്കര സ്ട്രിക്റ്റാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റമൊക്കെ അവിടെ എല്ലാവർക്കും പേടിയാണ്. അജയ് ചന്ദ്രനാണെങ്കിലും ആസിഫ് അലി അവതരിപ്പിക്കുന്ന ക്യാരക്ടറിനാണെങ്കിലും അവിടെയുള്ള പണിക്ക് വരുന്ന ആളുകൾക്ക് പോലും അദ്ദേഹത്തിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര പേടിയാണ്. അദ്ദേഹം എങ്ങനെ പെരുമാറുന്നൊന്നും ആർക്കും അറിയില്ല. ഭയങ്കര ദേഷ്യക്കാരനാണ് വിജയരാഘവൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ. അങ്ങനെ ഈ കുട്ടിയെ കാണാനില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ കുട്ടി എന്താണ്, എങ്ങനെയാണ് കാണാതെ പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപർണ ബാലമുരളിയുടെ ക്യാരക്ടർ സെർച്ച് ചെയ്യുകയാണ്. എന്താണ് സംഭവിച്ചത് ആ കുട്ടിക്ക്, അല്ലെങ്കിൽ ആ കുട്ടി ഇപ്പോൾ എവിടെയാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള പല സ്ഥലങ്ങളിൽ നിന്നും പല കുട്ടികളുടെ മൃതദേഹമൊക്കെ കിട്ടുന്ന സമയത്ത് ഇവർ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ഇവർ പോവാറുണ്ട്. ആസിഫ് അലി ആ ഒരു കുട്ടിയെ കണ്ടുപിടിക്കണം, എപ്പോഴെങ്കിലും കുട്ടിയെ, എൻ്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടും എന്ന ഒരു ആത്മവിശ്വാസത്തിൽ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. പക്ഷെ വിജയരാഘവൻ സാറാണെങ്കിൽ ഇതിലൊന്നും ഇടപെടാതെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ, കേസ് അന്വേഷണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ മുഴുകിക്കൊണ്ട് വേറൊരു പാരലലി അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപർണ ബാലമുരളി അവതരിപ്പിക്കുന്ന നായിക കഥാപാത്രം, അവൾ ഓരോ കാര്യങ്ങൾ, നമ്മൾ പ്രേക്ഷകർ എന്ന് പറയുന്ന രീതിയിൽ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് അപർണ ബാലമുരളിയുടെ ഒരു ക്യാരക്ടർ വരുന്നത്. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയുന്നതും കാണുന്നതൊക്കെ അപർണ ബാലമുരളി അവതരിപ്പിക്കുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ തേടുന്ന കാര്യങ്ങൾ അതൊക്കെ റിവീലാവുന്ന സമയത്താണ് നമ്മളിത് തിരിച്ചറിയുന്നത്. അങ്ങനെ ആ ഒരു സ്ഥലത്ത് വെച്ച് നടക്കുന്ന ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു, വിജയരാഘവൻ സാറിൻ്റെ ഒരു അപ്പു പിള്ള എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, അദ്ദേഹം എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ശരിക്കും ആസിഫ് അലി എത്രത്തോളം നല്ല മകനാണ്, എത്രത്തോളം നല്ല ഹസ്ബൻഡാണ്, എത്രത്തോളം നന്നായിട്ട് ആ ഒരു വീടും ആ ഒരു വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ അദ്ദേഹം നോക്കുന്നു എന്നുള്ളതൊക്കെ റിവീലാകുന്ന രീതിയിലുള്ള ഒരു അടിപൊളി സിനിമയാണ് കിഷ്കിന്ധാകാന്ഡം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് ഇതിലെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു സിനിമയാണ് കിഷ്കിന്ധാകാന്ഡം. ഈ വർഷം ഇറങ്ങിയ നല്ലൊരു ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ, ഒരു കൊറിയൻ സ്പാനിഷ് ത്രില്ലർ സിനിമകളിലൊക്കെ ഇത്തരത്തിലുള്ള ക്ലൈമാക്സിൽ വരുന്നൊരു ട്വിസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ കൊറിയൻ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ മലയാളത്തിൽ ഒരു വേറിട്ട ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് തിയേറ്ററിൽ നിന്ന് കണ്ട സമയത്ത് ഇതിൻ്റെ ഒരു മ്യൂസിക്കും അതിൻ്റെ ആ ഒരു ഡാർക്ക് അന്തരീക്ഷവും നമ്മളും ആ മരങ്ങൾക്കിടയിൽ, ആ ഒരു കുരങ്ങന്മാരൊക്കെയുള്ള ആ ഒരു മരങ്ങൾക്കിടയിൽ ഉള്ള ഒരു വീട്ടിലേക്ക് മാത്രം, ആ ഒരു വീട്ടിലുള്ള സംഭവങ്ങളിലേക്ക് മാത്രം നമ്മൾ ഇറങ്ങിച്ചെന്ന് കാണുന്ന ഒരു പ്രതീതിയായിരുന്നു എനിക്ക് തിയേറ്ററിൽ നിന്ന് കണ്ട സമയത്ത്. പിന്നെ അതിൻ്റെ ക്ലൈമാക്സും അതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞതിന് ശേഷമുള്ള അതിൻ്റെ ഒരു സീക്രട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്ന സമയത്താണ് ഇത്
എനിക്കിത് തിയേറ്ററിൽ നിന്ന് കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് കുറേ കൊറിയൻ സിനിമയാണ് എനിക്ക് ഓർമ്മയിലേക്ക് വന്നത്. ഇത് ഏതെങ്കിലും ഒരു കൊറിയൻ പടത്തു നിന്നൊക്കെ അടിച്ചു മാറ്റിയതായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നീട് അത് പക്ഷേ ഓവറോൾ നമ്മൾ നോക്കുന്ന സമയത്ത് മലയാളത്തിൽ ഇതുവരെ ഇറങ്ങാത്ത രീതിയിലുള്ള, അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത രീതിയിലുള്ളൊരു ക്ലൈമാക്സ് കണ്ട സമയത്ത് ഒരു ഹാപ്പിനെസ്സും വന്നു. അത് നന്നായിരുന്നു എന്ന് തോന്നി. കഴിഞ്ഞ ദിവസം ഞാനിത് ഫോണിൽ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ഞാനത് ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ട സമയത്ത് ഞാൻ ഇതിൻ്റെ കഥയും ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു BGM ഈ കാര്യങ്ങളൊക്കെയായിരുന്നു കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. പക്ഷേ ഞാനിത് മൊബൈലിൽ കണ്ട സമയത്താണ് വിജയരാഘവൻ സാറിൻ്റെ പ്രകടനം, അഭിനയം, ആസിഫ് അലിയുടെ അഭിനയം വളരെ മൈന്യൂട്ടായിട്ടുള്ള പോലും അവർ ആ ഒരു ക്യാരക്ടറിനെ ഹോൾഡ് ചെയ്ത് അവർ അവതരിപ്പിച്ചിരിക്കുന്ന രീതി, അതെനിക്ക് ഭയങ്കരമായിട്ട് ഫോണിൽ കണ്ട സമയത്ത് എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അത് തിയേറ്ററിൽ നിന്ന് എന്തോ ഞാനത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, പക്ഷേ ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ARM ഒക്കെ ഞാൻ ഒരേ ടൈമിലാണ് തിയേറ്ററിൽ നിന്ന് കണ്ടത്. ഒരു 2 ദിവസം ARM ഫസ്റ്റ് കണ്ടു, പിറ്റേന്നാണ് ഞാൻ കിഷ്കിന്ധാകാണ്ട കണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. നല്ലൊരു സിനിമയാണ്, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാവും. നിങ്ങൾ തിയേറ്ററിൽ നിന്ന് നിങ്ങൾക്ക് മിസ്സായെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്താ പറയുക, ബാഡ് ഫീലിംഗ് ഒന്നും വേണ്ട. ഫോണിൽ കണ്ടാൽ നിങ്ങൾക്ക് ആ കഥയും അതിൻ്റെ ഒരു തീമും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്ന സമയത്ത്, ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആസിഫ് അലി ഇത്തരത്തിലുള്ള ഒരുപാട് സിനിമകൾ ഇനിയും സെലക്ട് ചെയ്യട്ടെ. നമുക്കിനിയും അത്തരത്തിലുള്ള നല്ല നല്ല പ്രകടനങ്ങൾ കാണാൻ പറ്റട്ടെ. അടുത്തൊരു എപ്പിസോഡിൽ നല്ലൊരു റിവ്യൂ ആയിട്ട് വരാം.